ഞാൻ എന്റെ പിതാവിന്റെ പക്കലേക്ക് പോകുന്നതിനാൽ ഞാൻ ചെയ്തതിൽ അധികവും അവർ ചെയ്യും. അതേ പ്രിയരെ, ഇതാണ് ദൈവം നമ്മെ ദൈവത്തോളം ഉയർത്താനാണ് ആഗ്രഹിക്കുന്നത്. സങ്കീർത്തന പുസ്തകത്തിൽ 80-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ദൈവങ്ങളാണ്. അങ്ങനെ നമ്മെ വളർത്താനും ഉയർത്താനും ആഗ്രഹിക്കുന്ന ദൈവം എപ്രകാരമായിരിക്കണം മനുഷ്യൻ? സദാ ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോഴാണ് അത് സംഭവിക്കുക. പ്രിയമുള്ളവരെ, മനുഷ്യരായ നമ്മളെ ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിച്ച് ഇതുപോലെ നമ്മെ സ്നേഹിക്കുകയും ബലമതിക്കുകയും ചെയ്യുമ്പോൾ ഒരാൾക്ക് അസൂയുണ്ട്. ആരാണത്? പിശാച്. എങ്ങനെയാണ് പിശാച് ലോകത്തിലുണ്ടായത്? നമുക്ക് പിശാചിനെ കുറിച്ച് അറിയാത്തവരായി ആരുമില്ല. എങ്ങനെയാണ് പിശാച് ലോകത്തിലുണ്ടായത്? ദൈവം പിശാചിനെ സൃഷ്ടിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ്? ദൈവദൂതന്മാരെയാണ് ദൈവം സൃഷ്ടിച്ചത്. പ്രധാനപ്പെട്ട ദൈവദൂതന്മാരിൽ ഒരുവനായിട്ടാണ് ലൂസിഫർ എന്ന മാലാഖയെ ദൈവം സൃഷ്ടിച്ചത്. അവൻ പ്രകാശത്തിന്റെ ദൂതൻ എന്നാണ് അവനെ അറിയപ്പെടുക, ലൂസിഫർ. അപ്പോൾ പ്രകാശത്തിന്റെ ദൂതൻ എന്ന വാക്കിൽ തന്നെ അറിയാം, അവൻ വലിയ ജ്ഞാനിയാണ്, അവൻ വലിയ കൗശലക്കാരനാണ്, വലിയ ജ്ഞാനിയാണ്. അങ്ങനെയാണ് ദൈവം അവനെ സൃഷ്ടിച്ചത്. അപ്പോഴോ അവന്റെ അറിവിൽ അവൻ അഹങ്കരിച്ച് അവനെ സൃഷ്ടിച്ച ദൈവത്തിനെതിരായിട്ട് അവൻ കരമുയർത്തി. അതായത് ദൈവത്തിനെതിരായ നിലപാട് സ്വീകരിച്ചു. അവൻ അഹങ്കരിച്ച് ദൈവത്തെ സ്തുതിക്കുന്നതോ ആരാധിക്കുന്നതോ പോരായ്മയായി കണ്ട് ആ ലൂസിഫർ എന്ന ദൈവദൂതൻ ഇപ്രകാരം പറഞ്ഞു, ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ ഞാൻ സിംഹാസനം പണിയും.